ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോണത് മിസൈദിക്ക. അവിടെ കുറെ കാഴ്ചകൾ കാണാൻ. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോണത്. ഈ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? ഈ റോഡുകളൊക്കെ നല്ല രസല്ലേ? സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതൊരു ഖത്തറിന്റെ ലാസ്റ്റ് സ്ഥലത്താണ്. ഈ സ്ഥലത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയോ? ഇതൊരു ശരിക്കില്ല ഈകളല്ല. ഇതിന്റെ പേരാണ് ഫൽക്ക. ഇതിന്റെ ഫെസ്റ്റിവലില് ഇവിടെ തൊട്ടടുത്ത് നടക്കുന്നുണ്ട്. അതാണ് അങ്ങനെ വെച്ചിരിക്കണത്. ഞങ്ങളങ്ങനെ മരുഭൂമിയിൽ എത്താനായി. ആ മരുഭൂമിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ പോയ നേരെ ഓപ്പോസിറ്റ് ഒരു പെട്രോളും ഗ്യാസും ഉണ്ടാക്കണ കമ്പനി അവിടെ അതിന്റെ മേലെ പുകയും തീയും കത്തിക്കൊണ്ടിരിക്കാം. ഞാൻ പപ്പയോട് ചോദിച്ച് തീ കേടുവന്ന്. പപ്പ പറഞ്ഞ് തീ കേടൂല്ലാന്ന്. അത് 24 hours കത്തിക്കൊണ്ടിരിക്കും. അത് പെട്രോളും ഗ്യാസും ഉണ്ടാക്കണ വേസ്റ്റ് ആണ് കത്തിക്കൊണ്ടിരിക്കണത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ബഗ്ഗി റേസ് കാണാന്. അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കണത് പപ്പ. ഞങ്ങള് 3 പേരും നടന്നു പോവാണ്. ഞാനും ചുറ്റും വലിക്കും കൈ പിടിച്ചിട്ട്. അവിടെ കുറെ ആൾക്കാര് റെന്റിന് വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓടിച്ചോണ്ട് പിന്നെ സ്പീഡില് വണ്ടി ഓടിച്ചു പോകും. ഞങ്ങൾ നടക്കുമ്പോ ഞങ്ങൾക്ക് പേടിയുണ്ട്. ഞങ്ങൾ നടക്കുമ്പോ ഞങ്ങള് വണ്ടി ഇടിച്ചാലും. ചൂച്ചു പേടിച്ചിട്ട് ഓടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് ചൂച്ചുന്റെ കൈ പിടിച്ചേക്കണം. എന്താ വെച്ച് ചൂച്ചു ഓടിയാല് വണ്ടി ഇടിക്കില്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചൂച്ചുക്ക് കുറച്ച് കുരുത്തക്കേട് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചൂച്ചിനെ കെയർ ചെയ്തിട്ട് നടക്കണത്. ചൂച്ചക്ക് വണ്ടി പ്രാന്ത് എന്ന് വെച്ചാ വണ്ടി പ്രാന്ത്. എന്താ വെച്ചാ ചൂച്ചു വണ്ടിനണ്ട തോട്ടും കാറിന്റെ ടയർമേ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് കാർ എടുത്തിട്ട് ക്യാമലിനെ കാണാൻ പോവുകയാണ്. അവിടെ ക്യാമൽ ഒരുപാടുണ്ട്. അതുപോലെ നമുക്ക് അതിനെ പുറത്തേക്ക് എടുത്ത് സഫാരി ചെയ്യാം. എല്ലാരും അതേനാണ് വരുന്നത് ക്യാമൽ സഫാരി ചെയ്യാൻ. ഇത് പറയണത് ഞാൻ എന്താ വെച്ചാല് ഇവരൊക്കെ എന്തിനാ വന്നെ വെച്ചാല് ക്യാമലിന്റെ മേലെ കേറിട്ട് റൈഡ് ചെയ്യാനാണ്. ഞങ്ങൾ ഇപ്രാവശ്യം കേറിട്ടില്ല. എന്താ വെച്ചാ ഞങ്ങള് സെക്കൻഡ് ട്രൈയിലാ വരുന്നത്. ഞാൻ പണ്ടേക്ക് 2 വയസ്സാവുമ്പോള് ഞാൻ കേറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഒന്ന് കേറും. കുറെ ആൾക്കാർ ആദ്യമായിട്ടാ വന്നെന്ന് തോന്നുന്നു. എന്താ വെച്ചാ അവിടെ ഓളിടണ്, കരയണ്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് നല്ല പേടിയാണ്. അവരൊക്കെ കരയുണ്ട്. നമ്മള് ക്യാമലിന്റെ മേല് കേറുമ്പോ ക്യാമല് നല്ല ഓളിടും. അപ്പൊ എല്ലാവർക്കും നല്ല പേടി ഉണ്ടാവും. എനിക്കൊക്കെ നല്ല രീതിക്ക് പേടിയായി. ഇത് നമ്മൾ ക്യാമലിന്റെ മേലെ സഫാരി ചെയ്താല് തൊട്ടടുത്ത് ചെയ്താൽ എന്താ 13 റിയാൽ ഒരാൾക്ക്. മേലക്കും മുകളിലൊക്കെ പോകുമ്പോ 70 റിയാല്. നിങ്ങൾ വരാണെങ്കിൽ മസ്റ്റായിട്ട് ക്യാമൽ സഫാരി ചെയ്യാം. അത് ഭയങ്കര അഡ്വഞ്ചർ സഫാരിയാണ്. പിന്നെ നമുക്ക് കാറുകൊണ്ട് ഡെസേർട്ട് സഫാരി ചെയ്യാം. ഞാൻ നോക്കുമ്പോ എല്ലാ കാറിന്റെ എയർ കളയണേ. ഞാൻ പപ്പയുടെ അടുത്ത് ചോദിച്ചപ്പോ പപ്പ പറഞ്ഞ എന്താ വെച്ചാൽ കാറിന്റെ എയർ അയച്ചിട്ടാലാണ് നമുക്ക് മുകളിൽ കേറാൻ പറ്റും. അവിടെ നല്ല ഇരിക്കാൻ പറ്റും. സോഫകളൊക്കെ ഉണ്ട്. ഞങ്ങള് കുറെ ഫോട്ടോകളൊക്കെ അവിടെ നിന്നിട്ട് എടുത്തു. സൺഫ്ലവർ ഉണ്ടായോണ്ട് അവിടെ നിന്ന് ഫോട്ടോകൾ എടുക്കും. ചൂച്ചാണെങ്കിൽ അതൊക്കെ കേടാക്കണേ. നല്ല രീതിക്ക് വെക്കുമ്പോ അവൻ കേടാക്കും. അതാണ് അവര്. ഞാൻ പറഞ്ഞില്ല, അവൻ എങ്ങോട്ടും പോലും കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഞങ്ങള് ചൂച്ചുനെ ക്യാമലിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോവേണം. എന്താ വെച്ചാ ചൂച്ചു ക്യാമലിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചൂച്ചിനെ ഞങ്ങൾ കാണിച്ചെടുക്കാൻ പോവുകയാണ്. അവിടെ ക്യാമലിന്റെ മേല് കേറാൻ ഫ്രീ ഒന്നല്ല. എന്താ വെച്ചാ കുറെ ആൾക്കാർ ക്യാമലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറെ ക്യാമല് ഇല്ല. എന്താ വെച്ചാ 3-4 ക്യാമൽസ് ഉള്ളു. ബാക്കിയൊക്കെ റൈഡ് സഫാരിക്ക് പോയിക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കേറാൻ വേണ്ടിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ക്യാമലിനെ കണ്ടിട്ട് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ക്യാമലിന്റെ അവിടെ നിന്നിട്ട് കുറെ ഫോട്ടോസ് എടുത്ത് റീൽസ് എടുത്ത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഡെസേർട്ടേക്ക് പോയി. ഡെസേർട്ടിത്തെ മണ്ണ് കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് ചുറ്റുക്കും എനിക്ക് മണ്ണിൽ കളിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് മണ്ണിൽ കളിക്കാൻ വേണ്ടിട്ട് പോയി.
എല്ലാ വണ്ടികളും മേലക്ക് പോവാൻ വേണ്ടിട്ട് എയർ വന്നിട്ട് നിക്കാണ്. അവിടെ പോണ വണ്ടികൾക്കൊക്കെ നല്ല സൗണ്ടാണ്. അവര് പോണ നല്ല സ്പീഡിലാണ്. പിന്നെ അത് മാത്രമല്ലാണ്ട് അവര് പോണ ബാക്കിൽ നല്ല മണ്ണ് വീഴും. അതുകൊണ്ട് നമ്മളെ കണ്ണിലൊക്കെ വീഴും. അതുകൊണ്ട് ആരും അതിന്റെ പുറകിൽ പോയി നിൽക്കാൻ പാടില്ല. അവിടെ മരുഭൂമിയില് നല്ല രസമാണ് കൂടുതൽ കളിക്കാൻ. ചോദിച്ചു ഫുള്ളും നമ്മളെ നാട്ടിൽ പോയിട്ട് പിന്നെ മണ്ണി കളിക്കില്ലേ, അതുപോലെയാണ് അവരും കളിക്കണത്. ഞങ്ങൾ കുറെ നേരം ചോദിച്ചു താഴേന്ന് വിളിച്ചു ചോദിച്ചു വരണില്ല. ചോദിച്ചു മണ്ണ് കണ്ട അവിടെ തന്നെ മാറ്റി, വേറെ സ്ഥലത്തേക്ക് പോവില്ല അവന്. ഇത് ഞങ്ങ പറഞ്ഞെന്ത് മേലെ പോയാല് കുറെ മണ്ണുണ്ടാവുന്നു. അപ്പൊ അവന് മേലേക്ക് വന്നു. അവിടെ കുറെ വണ്ടികള് വരി വരിയായിട്ട് പോവുന്നുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് ഇഷ്ടമായ ഈ വണ്ടികളൊക്കെ വരി വരിയായിട്ട് പോണത്. ഒരു വണ്ടി പോയിട്ടാണ് മറ്റേ വണ്ടികൾ പോവുക. കൊറേ വണ്ടികൾ നിങ്ങൾക്കുണ്ടോ മേലെന്ന് താഴേക്ക് നോക്കുമ്പോ നല്ല രസമാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. ഇതൊക്കെ ഒരു വണ്ടി പോണെന്നു നല്ല സ്പീഡിൽ പോകണ്ട. അതിന് പിന്നെ കൊറേ മണ്ണുകൾ പോവുന്നുണ്ട്. പിന്നെ ഞങ്ങള് നോക്കുമ്പോ മേലൊക്കെ നോക്കുമ്പോഴാണ് പാരച്യൂട്ട് പോലെ കണ്ടത്. അത് ഞാൻ GTA 5 കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് അത് പേരറിയാം. വലിക്കുമ്പോ അപ്പൊക്കെ പറയണത് ഹീലിയം ബലൂൺ ആണെന്നാ. നിങ്ങളെ ഫേവറേറ്റ് വീഡിയോ നിങ്ങൾ പറഞ്ഞിട്ട് കമന്റ് ചെയ്യണേ. ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടിട്ട് എന്റെ സ്വന്തം ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്ത് ഫോൺ എടുത്തിട്ട് വട്ടം കറങ്ങി വീഡിയോസ് ഒക്കെ എടുത്ത്. ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോ എടുത്തിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോസ് എന്തായാലും കാണും. എന്നിട്ട് വേണം എനിക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അവിടെ കുറെ കാറുകളൊക്കെ ഇപ്പോഴും നല്ല രീതിക്ക് വരി വരിയായിട്ട് പോവുന്നുണ്ട്. ഞാൻ കൊറേ നേരം ശ്രമിക്കുന്നുണ്ട് കാറിന്റെ പിന്നാലെ ഓടി പോവാന്. അവർ നല്ല സ്പീഡിൽ പോണ കാരണം എനിക്കൊന്നും പോവാന് പറ്റണില്ല. ഞാൻ പറഞ്ഞ പാരച്യൂട്ട് മേലെ കണ്ടോ നിങ്ങള്? അതിലൊക്കെ ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്ത് കൊറേ നേരം അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് പിന്നെ ഇൻസ്റ്റാഗ്രാമില് വേണ്ടിട്ട് റീൽസ് എടുത്തു. കൊറേ കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ നോക്കുമ്പോൾ കാർ നല്ല സ്പീഡ് പോണ. അതിന്റെ ബാക്കി നല്ല രീതിക്ക് എന്താണ് പറയുമ്പോ എന്താണ് മണ്ണുകള് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്ത് ഞങ്ങൾ രണ്ടുപേര് ചൂച്ചു ഞാനും കൂടിയിട്ട് മണ്ണിൽ കളിച്ച്. ചൂച്ചുവിനാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് ചൂച്ചു വരണില്ല. അവിടെ ക്യാമറൊക്കെ വരണ്ട്. പിന്നെ എല്ലാരും എന്റെ വീഡിയോ മറന്നോ എന്താ ചെയ്യണ്ടേന്ന്? അതെ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ. അങ്ങനെ ഞങ്ങള് ഇന്നത്തെ കുഞ്ഞു വീഡിയോ അവസാനിക്കാനായി. ഞങ്ങൾ ഇനി താഴെ പോയിട്ട് കാറി കയറണം. അപ്പൊ ഞങ്ങൾ കാറില് താഴെ പോയിട്ട് കാറി കയറും. അതൊരിക്കൽ നിങ്ങള് ഞാനും ചോദിച്ചും കൈ പിടിച്ചിട്ട് ഓടിയിട്ട് താഴേക്ക് പോവാന്ന് വിചാരിച്ച് ഞങ്ങള് കുറച്ച് നടന്നിട്ട് താഴേക്ക് ഓടിയതാ. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ചോദിച്ചു എന്റെ അടുത്ത് വന്ന് പറയാണ്. അപ്പൊ ചോദിച്ചു ഓടി വന്നപ്പോ ഞാൻ നടക്കണേ നോക്കിയിട്ടൊന്നുമില്ല അവരെ. അപ്പൊ പലിക്കുന്ന ചെയ്ത് അവനെ കൈ പിടിച്ചിട്ട് ഓടാന്ന് വിചാരിച്ച്. അവരാണെങ്കിൽ എന്റെ അടുത്ത് പറയാൻ വന്നത് എന്താ വെച്ചാല് അവൻ പറയാൻ വന്നപ്പോ അവന് വീണു. ഞാനും ബൈക്കും ചോദിച്ചു നടന്ന് പോവുകയാണ്. പപ്പ മാത്രം നിന്നിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. ഞാനാണെങ്കിൽ അവിടെ തന്നെ നിൽക്കണം. ചോദിച്ചോനെ കോണില്ലോന്ന് നോക്കുമ്പോൾ ചോദിച്ചു പോയി താഴേക്ക്. അവരാണെങ്കിൽ കൈ പിടിച്ചിട്ട് ഓടുകയാണ്. താഴേക്ക് പോണ സമയത്താണ് ഞാൻ അവരെ വെയിറ്റ് നിൽക്കുന്നത്. പിന്നെ അവരെ കൈ പിടിച്ച് പോണ സമയത്ത് ഞാനും ഓടി. ഞാനുണ്ട് കളിക്കാൻ ഞാനുണ്ട് നിങ്ങളെ കൂടെ പറഞ്ഞു ചോദിച്ചു. എന്റെ കൈ പിടിച്ച്
ഞങ്ങൾ രണ്ടുപേരും ഓടി ചൂച്ചു മാത്രം വീണ് എന്റെ ചെരുപ്പൊക്കെ ഊരിപ്പോയി. പിന്നെ ഞങ്ങള് രണ്ടുപേരും ഓടിയിട്ട് ഞാനൊക്കെ ചില സമയത്ത് വീഴുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്ത് കുറെ നേരം അങ്ങനെ ഓടിക്കളിച്ച് പിന്നെ അങ്ങനെ ഒരാളും കൂടി മിസ്സായി. അതാരാ വെച്ചാ ബലിക്ക് പോയിട്ട് തപ്പായി. പിന്നെ രണ്ടുപേരും പോയി ഞാൻ എന്ത് ചെയ്ത് എന്റെ പണി തുടങ്ങി. കിളികളോടി തടങ്ങി ഓടിയൊന്നും ബാന്ന് വിളിക്കണേ. അങ്ങനെ ഞങ്ങള് താഴെ എത്തിയിട്ട് ഞങ്ങൾ എന്താ ചെയ്തു താഴേക്ക് പോയി. ഞങ്ങളെല്ലാരും കൂടിയിട്ടൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ നമ്മളെ വീഡിയോ അവസാനിക്കാനായി. ഇനി ഇതിന്റെ പാർട്ട് 2 വരേണ്ട ബീച്ചില് പോണം, തൊട്ടടുത്തുള്ള ബീച്ചില്. അപ്പൊ ഇനി പുതിയ വീഡിയോ വരണ വരെ ബൈ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.